അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 13 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം അനുസരിച്ചാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റുണ്ടാകാനും സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെല്ലാം തന്നെ മഴ മാറിയിരുന്നെങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. വീണ്ടും മഴ പെയ്യുന്ന സാഹചര്യം ആശങ്ക ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതിന് പിന്നിൽ വലിയ രീതിയിൽ ശാന്ത സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ ഒരു വിദൂര സ്വാധീനവും ഉണ്ട് എന്നതാണ് വിലയിരുത്തൽ. ഈ ചുഴലിക്കാറ്റ് ശനിയാഴ്ചയ്ക്ക് ശേഷം അവിടെ വലിയ രീതിയിൽ അത് കരതൊടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിൽ കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ദുർബലമാകുന്നതോടുകൂടി തന്നെ കേരളത്തിലും മഴ ശക്തമായി തന്നെ കുറയും. ഇതിനു പുറമെ തന്നെ ഫിലിപ്പീൻസ് സമീപത്തായി തന്നെ മറ്റൊരു ചുഴലിക്കാറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവിടെ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മഴ ഇത്തരത്തിൽ ശക്തമാകുന്നതനുസരിച്ച് കൊണ്ട് തന്നെ മാറി താമസിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. അതായത് ഈ ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് പകൽ സമയത്ത് തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവുകയും വേണം. മാത്രമല്ല, സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അവിടെ തയ്യാറെടുപ്പുകൾ വിവിധ ക്യാമ്പുകളിലേക്ക് മാറുകയാണ് വേണ്ടത്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അവിടെ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും അനിവാര്യമാണ്. അപകടാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കുവാനോ നദികളിലേക്കോ മറ്റ് ജലാശയങ്ങളിലേക്കോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റും ആവശ്യങ്ങൾക്കായി തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല. മാത്രമല്ല, മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അവിടെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പാതി വഴിയിൽ തന്നെ അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് ഒഴിവാകുന്നത് വരെ മാറ്റി നിർത്തേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി തന്നെ വെക്കണം. അതുമാത്രമല്ല, റെഡ്, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് കണ്ടെത്തിക്കൊണ്ട് ആ കെട്ടിടം അവിടേക്ക് ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ തന്നെ അങ്ങോട്ടേക്ക് സുരക്ഷിതമായ വഴി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.